രണ്ട് ചേരികൾക്കിടയിൽ വെറുപ്പിൻ്റെ വിത്ത് വിതച്ചിട്ടവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം പോലും രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് നടത്താനോ നാട്ടിലേക്കൊന്ന് എത്തി നോക്കാനോ അരമനസ് പോലും ഇല്ലാതിരിക്കെ ലോക സമാധാനത്തിന് പോയി റഷ്യയിൽ പോയിരിക്കുന്നു പോലും നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ റഷ്യ പോയിരിക്കുന്നു. സ്വന്തം രാജ്യത്ത് പരസ്പരം കുത്തിക്കീറി 100 കണക്കിന് ജനങ്ങൾ പരസ്പരം അഹറാബൈനഹുൽ അദാവത്ത, അവർക്കിടയിൽ ശത്രുത വാരി വിതറിയിട്ട് അരുതെന്ന് അരവാക്ക് പറയാതെ കമാന്നൊരക്ഷരം പറയാൻ ധൈര്യമില്ലാത്ത ഒരു വ്യക്തി റഷ്യയിൽ പോയത് സമാധാനം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ലാതായി തീരുന്നുണ്ട്. നാം എല്ലാവരും ഇന്ന് എത്തി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ മാസം പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിലാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു നവവത്സരത്തിന് നാന്ദി കുറിക്കുന്ന മാസത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും അനിവാര്യമായ ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ കടന്നു വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഹിജ്റയിലൂടെ മുസ്ലിം ലോകം പഠിക്കേണ്ടത്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചില ഓർമ്മകളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക സമൂഹം പ്രധാനമായും പഠിക്കേണ്ട പാഠം ചരിത്രത്തിൽ നിന്നാണെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ചരിത്രത്തെ മറന്നുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനാവില്ല. മാനവ ചരിത്രത്തിൻ്റെ ഏറ്റവും മികച്ച അധ്യാപകൻ, ഗുരുനാഥൻ ചരിത്രം തന്നെയാണ്. ചരിത്രത്തെ ശരിയായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു സമൂഹത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴിതെറ്റാതെ മുന്നേറാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ ഓർമ്മകൾ ഇബ്രാഹിം നബിയുടെ പേരിലായത്. അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെ ഓർമ്മകളിൽ മുഹറം 10 നോമ്പനുഷ്ഠിച്ച് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി പ്രകാശിപ്പിച്ച ചരിത്രത്തിലെ ആ നിസ്തുല സംഭവം, മഹാനായ പ്രവാചകൻ ഇസ്രയേല്യരുടെ വിമോചകനായ മൂസൽ കലീം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആർക്കും സങ്കല്പിക്കാനാവാത്ത അത്ഭുതകരമായ വിജയത്തിൻ്റെ കഥയാണ് നമ്മോട് പറഞ്ഞു തന്നത്. ചുരുക്കത്തിൽ പുതുവർഷവും അല്ലെങ്കിൽ വർഷാന്ത്യവും നമ്മോട് പറഞ്ഞത് ചരിത്രം തന്നെയായിരുന്നു. വർഷത്തിൻ്റെ അവസാനം ദുൽഹജ്ജ് മാസം നമ്മോട് പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായിരുന്നു. പുതുവർഷം നമ്മോട് പറഞ്ഞത് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമായിരുന്നു. അതോടൊപ്പം തന്നെ മറക്കാൻ പാടില്ലാത്തതെന്ന് അള്ളാഹുവിന് നിർബന്ധമുള്ള മറ്റൊരു ചരിത്രവും കൂടി മുഹറത്തിൻ്റെ ഓർമ്മകളിൽ സജീവമാണ്. ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമിക പുതുവത്സരത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ഹിജ്റയെ ഓർമ്മിച്ചുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി പരിണമിച്ച ഹിജ്റയെ ഓർത്തുകൊണ്ട് ആ ഹിജ്റയുടെ നാമധേയത്തിലായിരിക്കണം മുസ്ലിം ലോകത്തിൻ്റെ പുതുവർഷത്തിൻ്റെ കലണ്ടർ നിർണയിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിസ്തുലമായ ആശീർവാദത്തിന് വിധേയനായ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നവലോക പുരോഗതിയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിലും വിസ്തൃതിയിലും തൻ്റേതായ കഴിവുകൾ ഏറ്റവും കൂടുതൽ സമർപ്പിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പോലും ഉമറിൻ്റെ വാക്കുകളോട് ഒത്തുവന്ന 14ഓളം ആയത്തുകളുണ്ട് എന്ന് ഇസ്ലാമിക ലോകം നിരീക്ഷിച്ചിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുള്ള മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ മുസ്ലിം ലോകത്ത് അദ്ദേഹത്തിൻ്റെ മാതൃകകളെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ അവഗണിച്ച്
ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ അവഗണിക്കണമെന്നുള്ള തോന്നലുകൾ പോലും അതൊരു വ്യതിചലനത്തിൻ്റെ അടയാളമായി മുസ്ലിം ലോകം വിലയിരുത്താൻ കാരണം അതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ തറാവീഹ് നമസ്കാരം റമദാനിൽ നാം അനുഷ്ഠിക്കുന്നത്, ജമാഅത്തായി 20 റക്അത്തിന് നേതൃത്വം നൽകുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകിയതിൻ്റെ തുടർച്ച പിടിച്ചാണ്. മുസ്ലിം ലോകത്ത് ഉമറിൻ്റെ മാതൃകയ്ക്ക് എത്ര വലിയ സ്വീകാര്യതയുണ്ട്. ഹറമൈനി ഷരീഫൈനിയിൽ ഇക്കാലമത്രയും മാറ്റമില്ലാതെ 20 റക്അത്തിൻ്റെ തറാവീഹ് തുടരാൻ അവരിപ്പോഴും നിർബന്ധിതരാകുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ഏതൊരു ഉമറിൻ്റെ മാതൃകയെ പിന്തുടർന്നുകൊണ്ടാണോ, അത് ഇസ്ലാമിക ലോകത്തിൻ്റെ വ്യതിചലനത്തിൻ്റെ അടയാളമല്ല, അത് ഇസ്ലാമിക ലോകത്തിൻ്റെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചയുടെ അവകാശമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക കലണ്ടറിന് തുടക്കം കുറിച്ചപ്പോൾ ആ കലണ്ടറിൻ്റെ നാമധേയം ഹിജ്റ എന്നായിരിക്കട്ടെ എന്നും ഹിജ്റയുടെ ഓർമ്മകളിലാകട്ടെ പുതുവർഷത്തിൻ്റെ തുടക്കമെന്നും നിശ്ചയിച്ചത് ചരിത്രത്തിൽ ആർക്കും അവഗണിക്കാനാവാത്തതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ലോകത്തിൻ്റെ മുഖ്യധാര, യഥാർത്ഥധാര മഹാനായ ഖലീഫയുടെ ആ നിലപാടിൻ്റെ തുടർച്ചയിലാണ് ഈ ഇസ്ലാമിക കലണ്ടറിനെ അല്ലെങ്കിൽ പുതുവർഷത്തെ ഹിജ്റ വർഷമായി ആചരിക്കുന്നത്. നോക്കൂ, ഹജ്ജ് ചരിത്രത്തെ ചുറ്റിപ്പറ്റിയാണ്, മുഹറം 10 ചരിത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിക കലണ്ടറിൻ്റെ പ്രയാണവും അതിൻ്റെ തുടർച്ചയും ചരിത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. ചരിത്രം ചെറിയ ചരിത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മഹത്തായ ഹിജ്റ ചരിത്രത്തെ ആധാരമാക്കിയാണ്. അതുകൊണ്ട് ചരിത്രത്തെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ലോകത്തിന് മുന്നേറാനേ കഴിയില്ല എന്നത് വളരെ പ്രധാനമാണ്. ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പുതുവർഷത്തിന് തുടക്കം കുറിക്കുകയും ആ ഓർമ്മകളിലാവുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഹിജ്റ എന്നൊരു ചെറിയ ഒരു എത്തിനോട്ടം പോലും നടത്താതെയാണ് നാം ഈ ഹിജ്റയുടെ ഈ പുതുവർഷത്തിൽ നാം കടന്നു പോകുന്നതെങ്കിൽ, ഈ മുഹറമിൻ്റെ ഈ മാസത്തിൽ നാം കടന്നു പോകുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ചരിത്രത്തോട് നാം കാണിക്കുന്ന പുറംതിരിഞ്ഞ നിൽപ്പാണ്, ഒരവഗണനയാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ ഹിജ്റയുടെ ഓർമ്മകൾ നാം ഈ സമയത്ത് അർത്ഥവത്തായി അയവിറക്കേണ്ടതുണ്ട്. ഹിജ്റ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. ഹിജ്റ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ ജ്വലിപ്പിച്ച മഹാസംഭവമാണ്. അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണവുമായി മുന്നേറിയപ്പോൾ അതൊരു നിലയ്ക്കും താങ്ങാനാവാത്ത നിക്ഷിപ്ത താൽപ്പര്യക്കാരായ, മതത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ദൈവ കച്ചവടത്തെ ഉപായമാക്കി മാറ്റിയ, ഉദരപൂരണത്തിന് വേണ്ടി മതവും ദൈവത്തെയും ഉപയോഗിച്ച, ഇന്നത്തേതുപോലെ അന്നത്തെയും ജീർണതയിലാണ്ട അറേബ്യൻ മക്ക ഖുറൈശികൾക്ക് അവിടത്തിൻ്റെ പ്രബോധനങ്ങൾ താങ്ങാനായില്ല. നമുക്കൊക്കെ അറിയാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് നിൽക്കക്കള്ളിയില്ലാതെ തൻ്റെ വിശ്വാസം ആചരിച്ചു പോയി, തന്നിൽ വിശ്വസിച്ചു പോയി, അള്ളാഹുവിൽ വിശ്വസിച്ചു പോയി എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നിഷ്ഠൂരമായ മർദ്ദന മുറകൾക്കും ഭേദ്യങ്ങൾക്കും വിധേയമായ തൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ, അവർക്ക് അവരുടെ വേദനകളും അസഹ്യാവസ്ഥകളും അവർ തുറന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് നിർദ്ദേശിച്ച മാർഗമായിരുന്നു ഹിജ്റ. ആദർശത്തെ നിലനിർത്തിക്കൊണ്ട് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ സാധ്യമല്ലെങ്കിൽ ആദർശത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും അല്ല വഴി. നാം ഹിജ്റയിൽ നിന്ന് വല്ലതും പഠിക്കേണ്ടതുണ്ടോ എന്ന് നാം ജീവിക്കുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ച മൂസ നബിയുടെ ചരിത്രത്തോട് ഏറെ സാമ്യമുള്ള, ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയും അവർക്കിടയിൽ വിവിധങ്ങളായ ജാതീയമായ ചേരിതിരിവുകൾ സൃഷ്ടിക്കുകയും എന്നിട്ട് ആ ചേരിതിരിവ് സൃഷ്ടിച്ച ജനവിഭാഗത്തെ അടിമകളാക്കി
വെച്ച് ഭരിക്കുകയും ചെയ്ത ഒരു ജനത. നമുക്കെല്ലാവർക്കും അറിയാം, ഇമാം റാസി റഹിമഹുല്ല ഫറോവയുടെ അതിക്രമത്തെ പരാമർശിക്കുന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ അത് കൃത്യമായി പറഞ്ഞതാണ്. ജഅല അഹ്ലഹാ ശിയഅ ഐ ഫിറഖൻ യുശയ്യിഊനഹു, ജനങ്ങളെ വിവിധങ്ങളായ ചേരികളായി അവൻ തിരിച്ചു, അവരെ ഒന്നിച്ചു നിൽക്കാൻ അനുവദിച്ചില്ല. ജനങ്ങളുടെ ഐക്യമത്യത്തെ പേടിച്ച, ജനങ്ങളുടെ ഒരുമയെ പേടിച്ച, അവരെ ഭിന്നിപ്പിച്ച ക്രൂരനായ ധിക്കാരി ഫറോവയെ ഇന്നും നമ്മുടെ ഭരണാധികാരികൾ ഓർമ്മിപ്പിക്കുമ്പോൾ, എന്നല്ല അതേ വഴി തുടരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിജറ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. അത് ആദർശം നിലനിർത്തി വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുക നമുക്ക് പ്രയാസകരമായാൽ നമ്മുടെ മുമ്പിലുള്ള പോംവഴി എന്ത് എന്നുകൂടിയാണ് ഹിജറ നമ്മോട് പറയുന്നത്. ആദർശം വലിച്ചെറിയലല്ല, ആദർശവും സംസ്കാരവും ഹൈഡ് ചെയ്യലുമല്ല, ഒളിച്ചു വെക്കലുമല്ല. പിന്നെയോ ആദർശത്തിന് വേണ്ടി സ്വന്തം നാട്ടിലും മണ്ണിലും അള്ള തന്നതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് അനുകൂലമായ കാലാവസ്ഥയുള്ളിടം തേടിപ്പോകേണ്ടി വന്നാലും, ഹിജറ ചെയ്യേണ്ടി വന്നാലും ആദർശമാണ് മണ്ണിനേക്കാൾ, വിലപ്പെട്ട നാടിനേക്കാൾ, ആ നാട്ടിലുള്ള നമ്മുടെ വസ്തുവകകളെക്കാളെല്ലാം ഒരാദർശബോധമുള്ള ഒരു വിശ്വാസിക്ക് പ്രിയങ്കരമാകേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സംഭവമാണ് ഹിജറ എന്ന് മറന്നു പോകരുത്. ഇതിനാണ് ഹിജറയെ ഇസ്ലാമിക കലണ്ടറിൻ്റെ ആധാരമാക്കി നിശ്ചയിക്കപ്പെട്ടത്. പാദസേവയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു, ഔ ഫിറഖൻ മുഖ്തലിഫത്തൻ ഖദ് അഗ്റാ ബൈനഹുൽ അദാവ, അല്ലെങ്കിൽ അവൻ അന്ന് ചെയ്തത്, ഫറോവ അന്ന് ചെയ്തത് ജനങ്ങളെ വിവിധങ്ങളായ ചേരികളാക്കി, എന്നിട്ട് ഓരോരുത്തരുടെയും ഇടയിൽ വെറുപ്പിൻ്റെ വിത്തെറിഞ്ഞു. മണിപ്പൂരിൽ ഇന്ന് നാം കാണും പോലെ രണ്ട് ചേരികൾക്കിടയിൽ വെറുപ്പിൻ്റെ വിത്ത് വിതച്ചിട്ടവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം പോലും രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് നടത്താനോ നാട്ടിലേക്കൊന്ന് എത്തി നോക്കാനോ അരമനസ് പോലും ഇല്ലാതിരിക്കെ ലോക സമാധാനത്തിന് പോയി റഷ്യയിൽ പോയിരിക്കുന്നു പോലും നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ റഷ്യ പോയിരിക്കുന്നു. സ്വന്തം രാജ്യത്ത് പരസ്പരം കുത്തിക്കീറി നൂറുകണക്കിന് ജനങ്ങൾ പരസ്പരം അഹറാബൈനഹുൽ അദാവത്ത, അവർക്കിടയിൽ ശത്രുത വാരി വിതറിയിട്ട് അരുതെന്ന് അരവാക്ക് പറയാതെ കമാന്നൊരക്ഷരം പറയാൻ ധൈര്യമില്ലാത്ത ഒരു വ്യക്തി റഷ്യയിൽ പോയത് സമാധാനം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ലാതായി തീരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ കൊടിയ ഭീകരത അനുവർത്തിക്കുന്ന ഈ ഭീകരനായ ഭരണാധികാരി സമൂഹത്തിൻ്റെ നയത്തിൻ്റെ തുടർച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലായിരുന്നു. ആ ഫറോവയുടെ ചരിത്രം അല്ലാഹു തആല മുഹറം 10 ഓർമ്മിപ്പിക്കുമ്പോൾ ആ മുഹറം ഹിജറയെയും കൂടി ഓർത്തുകൊണ്ടാകട്ടെ എന്ന് ഉമറുൽ ഫാറൂഖ് തീരുമാനിക്കുകയും ഇസ്ലാമിക സമൂഹം സഹാബാക്കൾ മുഴുവൻ അതിന് അംഗീകാരം നൽകുകയും ചെയ്തപ്പോൾ അത് ഉമറിൻ്റെ സ്വന്തമല്ല. ഉമർ ഒരു കാര്യം തീരുമാനിച്ച് നിരാക്ഷേപമായി സഹാബാക്കൾ അത് നടപ്പിൽ വരുത്തിയാൽ അത് റസൂലുള്ള അംഗീകരിച്ചതിന് തുല്യമാ, അത് മുഴുവൻ ഇസ്ലാമിക ലോകത്തിൻ്റെയും സ്വീകാര്യതയുള്ളതാണ്, അത് ഞങ്ങൾക്ക് പറ്റൂല, റസൂലുള്ള ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നത് ഉമറിനെയും റസൂലുള്ളയും തമ്മിൽ തെറ്റിക്കുന്നവരാണ്, ഭിന്നിപ്പിക്കുന്നവരാണ്. അതൊരിക്കലും ശരിയായ ഇസ്ലാമിക നയമല്ല. ഉമറും റസൂലും തമ്മിൽ എന്തന്തരമാണുള്ളത്? ഉമറും റസൂലും തമ്മിൽ ഒരു ഭിന്നതയുമില്ല. റസൂല് ചെയ്യാത്തത് ഉമർ ചെയ്യില്ല റളിയല്ലാഹു അൻഹു. ഉമർ നടപ്പാക്കിയതിന് റസൂലുള്ളയുടെ അംഗീകാരമുണ്ട്, ഖുർആനിൻ്റെ അംഗീകാരം. ഉമറിൻ്റെ അഭിപ്രായത്തോടൊത്തൊരുപാട് തീരുമാനങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഖലീഫമാരുടെ പാതകളെ നമ്മൾ തുടരണമെന്ന് കൂടി ഈ മുഹറം 10 ഹിജറയുടെ സന്ദേശം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഹിജറ കലണ്ടറാണല്ലോ മുസ്ലിം ലോകത്തിന് അംഗീകരിക്കപ്പെട്ടത്, ആർക്കും കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഉമറിൻ്റെ മാതൃകകളെ, അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ യഥാർത്ഥ സുന്നിയായ നിലപാട്, ഷീഇയ്യത്തിന് വിരുദ്ധമായ നിലപാട്, ഖലീഫമാരിൽ ആരോടും വിരോധമില്ലാത്ത നിലപാടാണ്. ഷീഇ സമൂഹത്തെ ഇസ്ലാമിക സമൂഹത്തോട് ചേർക്കാത്തത്, അവരുമായി നാം പൊരുത്തപ്പെടാത്തത്, അവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹാന്മാരായ 4 ഖലീഫമാർക്കിടയിൽ വിവേചനം കൽപ്പിക്കുകയും
അവർ ഷെയ്ഖൈനി എന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖിലാഫത്ത് അലിക്ക് കിട്ടേണ്ടത് തട്ടിപ്പറിച്ചു എന്ന് അവർക്കെതിരിൽ ദുരാരോപണം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ സുന്നി സമൂഹത്തിൻ്റെയും അഹ്ലു സുന്നയുടെയും ഷീഇയ്യത്തിൻ്റെയും വ്യത്യസ്തതയായി മുസ്ലിം ലോകം അവരുടെ മിമ്പറുകളിൽ അന്നു മുതൽ ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അഹ്ലു സുന്നയുടെ മിമ്പറാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ലോകത്ത് അന്നു മുതൽ തുടങ്ങിയതാണ് അല്ലാഹുമ്മ റള അനിൽ അർബഅത്തിൽ ഖുലഫാഇ സാദാത്തിൽ ഹുനഫാ സയ്യിദുനാ അബീ ബക്കർ സിദ്ദീഖ് വ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഖുത്ബയിൽ ഓതുന്നത്. എന്തിനാണ് ഈ ഖലീഫമാരുടെ പേര് പറഞ്ഞത്? നമുക്ക് പലർക്കും അറിയില്ല. ഖലീഫമാർ യഥാർത്ഥ അഹ്ലു സുന്നത്തിൻ്റെ പാതയാ. അഹ്ലു സുന്നത്തിൻ്റെ അബൂബക്കറിൻ്റെ ഉമറിൻ്റെ നിലപാടുകളെ നിരാകരിക്കുന്നവർ, അവർ സുന്നി സമൂഹത്തോടല്ല അവരുടെ അടുപ്പം, അവർക്ക് ഷീഇയ്യത്തിനോടാണ് ചേർച്ച. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുഖ്യധാര ഷെയ്ഖൈനിയെ ബഹുമാനിക്കുന്നവരാ. അബൂബക്കറിൻ്റെ നിലപാടിനെ തള്ളുന്നവരല്ല, അബൂബക്കറിനെ പഴിക്കുന്നവരല്ല, ഉമറിനെ തള്ളുന്നവരല്ല, ഉമറിൻ്റെ നിലപാടിനെ തെറ്റു പറയുന്നവരല്ല, അവർ പിഴച്ചു എന്ന് പറയുന്നവരല്ല. അങ്ങനെ പറയുന്നവർ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിൻ്റെ ധാരയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്തരം വ്യതിചലനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശികമായിട്ടെടുത്താലും ദേശീയ തലത്തിലെടുത്താലും ലോകതലത്തിലെടുത്താലും ഇസ്ലാമിക ലോകത്തുണ്ടായ വിള്ളലുകളിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഖുലഫാ ഉർ റാഷിദയുടെ വഴി മറന്ന പോകാൻ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ശ്രമിച്ചതാണ്. കൃത്യമായും ഷീഇയ്യത്തിനോടൊപ്പം പോയവർ ഒരു വശത്ത്, മറുഭാഗത്ത് ഷീഇയാണ് എന്നറിയാതെ തന്നെ ഖുലഫാക്കളുടെ നിലപാടുകളെ വിമർശിക്കുകയും കുറ്റം പറയുകയും സഹാബാക്കളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ അപലപിക്കുകയും ചെയ്യുന്നവരുടെ നിലപാട് അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഷിയാക്കളല്ലാത്തവരുടെ ഇടയിലുണ്ട്. അപകടം പിടിച്ച നിലപാടാണത്. ഉമ്മത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വിള്ളലുകളും ഭിന്നിപ്പുകളും പള്ളിക്കുള്ളിൽ, നമസ്കാരത്തിൽ, വഖത്തുകളിൽ, സഫുകളിൽ ഒക്കെ നമുക്കിന്ന് പലയിടത്തും കാണപ്പെടുന്ന ഈ തീർത്താൽ തീരാത്ത ഭിന്നതയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മഹാന്മാരായ സഹാബത്തിന് ഖുലഫാ ഉർ റാഷിദയുടെ വഴി മറന്നത് തന്നെയാണ്. അവരുടെ വിമർശനത്തിന് വെച്ചതാണ്. അസ്സഹാബി കന്നുജൂം, എൻ്റെ സഹാബാക്കളെല്ലാം നക്ഷത്ര തുല്യരാണ്. ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾ വഴികെടുകയില്ല, നേർവഴിയിൽ പോകും. അലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്ത് തുടരണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ എൻ്റെ ഖുലഫാക്കളുടെ ചര്യയും നിങ്ങൾ പിന്തുടരണം. എൻ്റെ ചര്യയോടൊപ്പം ചേർത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എൻ്റെ ഖുലഫാക്കളുടെ ചര്യ എന്ന് പറഞ്ഞ ഹദീസ് നിലനിൽക്കെ ഒരു ഖലീഫ ചെയ്ത നടപടിയെ വിമർശനത്തിന് വയ്ക്കുകയും അത് റസൂലുള്ളാഹി ചര്യയുടെ ചര്യയ്ക്ക് വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്യാൻ നമുക്കാർക്കുമില്ലൊരവകാശവും. അങ്ങനെ പറഞ്ഞിടത്താണ് മുസ്ലിം ലോകത്തിൻ്റെ വിള്ളലുകൾക്ക് തുടക്കം. അള്ളാഹു തിരിച്ചറിയാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ ഓർമ്മകളിൽ കലണ്ടർ സ്ഥാപിച്ചത് മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമില്ലാത്തതാണ്. ആ ഹിജ്റയുടെ ചരിത്രമാണ് നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിനെ, സഹാബാക്കളെ ഇസ്ലാം അജനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് മക്കയിൽ പൊറുക്കാൻ എഴുതല്ല മേലിലെന്ന് അവർ പറഞ്ഞിടത്ത് നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവരോടാരും സഹാബാക്കൾ ഏറ്റുമുട്ടിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പൊരുതാൻ പോയില്ല. സഹിക്കൂ എന്ന് മാത്രമേ അവരോട് പറഞ്ഞു. സബ്റൻ യാ ആല യാസിർ വ ഇന്ന മൗഇദകുമുൽ ജന്ന. സുമയ്യ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയെ ഏറ്റവും ക്രൂരമായി ഭേദ്യം ചെയ്ത് ഗുഹ്യസ്ഥാനത്ത് കുത്തിക്കയറ്റി കൊലപ്പെടുത്തുന്ന നിഷ്ഠൂരതകൾക്ക് സാക്ഷിയാകേണ്ടി വന്ന അമ്മാറിനോടും യാസിറിനോടും ഒക്കെ ആ കുടുംബത്തോട് സ്വന്തം പിതാവിനെ കൊല ചെയ്തു. അതുപോലെ തന്നെ അമ്മാറിനെ, യാസിറിനെ കൊലപ്പെടുത്തി അപ്പയെയും ഉമ്മയെയും കൊല ചെയ്യപ്പെടുന്ന കണ്ട മകനായ യാസിർ ക്രൂരമായ ഭേദ്യത്തിന് വിധേയമാക്കപ്പോൾ റസൂലുള്ളാഹിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. പൊരുതാൻ കെൽപ്പില്ലാത്ത റസൂലുള്ളാഹിക്ക് സബറൻ യാ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക. ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ വാഗ്ദത്ത കേന്ദ്രം സ്വർഗമാണ്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഈ സമുദായത്തിന് ഒരുപാട് സഹിക്കേണ്ടി വരും, ഈ സമുദായത്തിന് ഒരുപാട് ബലി കൊടുക്കേണ്ടി വരും, ഈ സമുദായത്തിന് ഒരുപാട് ജീവൻ തന്നെ നൽകേണ്ടി വരും. അല്ലാതെ
ജീവൻ മുറുകി പിടിച്ച് ഈ ലോകത്തെ സുഖലോകവാസത്തിന് വിട്ടവരല്ല നമ്മൾ എന്ന പാഠം. അതുകൊണ്ട് ജീവൻ വെടിഞ്ഞായാലും നാട് വെടിഞ്ഞായാലും സ്വത്ത് സമ്പത്ത് വസ്തുവകകൾ വീട് തോട്ടങ്ങൾ വലിച്ചെറിഞ്ഞായാലും നിങ്ങൾ അള്ളാഹുവിൽ ഊന്നി നിൽക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇസ്ലാമിക ജീവിതത്തിൽ അള്ളാഹു നമ്മെ കരുവാക്കുന്നത്. അതിനാണ് അള്ളാഹു ഇതിനു വേണ്ടി റസൂലുള്ള ശ്രമിച്ചപ്പോൾ സഹാബാക്കൾ അതിന് വഴങ്ങിയപ്പോൾ അവർക്ക് റസൂലുള്ളയുടെ സത്യം അംഗീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അവർക്ക് നിൽക്കക്കള്ളിൽ അബിസീനിയയിലേക്ക് ആദ്യ ഹിജറ പോയി. ഹിജറ ഒന്നല്ല, നമുക്ക് മദീന ഹിജറ അറിയാവൂ. അബിസീനിയ, ക്രിസ്ത്യാനിയായ നജാഷി എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു രാജാവുണ്ട്, അവിടെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂല് 11 പുരുഷന്മാരും 4 സ്ത്രീകളുമായി ആദ്യം പോയ ഹിജറ അങ്ങോട്ടാ. അവസാനം ഉമറിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തോടെ ഇസ്ലാമിന് ശക്തി സംഭരിക്കാനായിട്ടുണ്ട് മക്കയിൽ എന്ന് ഒരു റൂമർ കിംവദന്തി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചെത്തിയപ്പോൾ കൂടുതൽ ഖുറൈശികളുടെ മർദ്ദനം രൂക്ഷമായെന്നറിഞ്ഞ് രണ്ടാമതും പോകുന്നു അബിസീനിയയിലേക്ക് ഹിജറ. അന്ന് 80ഓളം പുരുഷന്മാരും കുറേ സ്ത്രീകളും കുട്ടികളുമുണ്ട്. ഈ 2 ഹിജറ ഹബിഷയിലേക്കാണ്, അബിസീനിയയിലേക്കാണ്. ഈ 2 ഹിജറയ്ക്കും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്തിനാ? റസൂലുള്ള യുദ്ധക്കൊതിയനാണ്, റസൂലുള്ള കൊള്ളക്കാരനാണ്, ഇവരുടെ വസ്തുവകകൾ പിടിച്ചെടുത്ത് യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ 13 വർഷക്കാലം മുഹമ്മദുർ റസൂലുള്ള എന്തിനാണ് ഈ ത്യാഗമെല്ലാം സഹിച്ചത്? ഈ സഹാബാക്കളും അവരെന്തിനാണ് അബിസീനിയയിലേക്ക് പോയത്? അവരെന്തിനാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ഈ വിഡ്ഢികൾക്കറിയാമോ? വെറും ലാ ഇലാഹ ഇല്ല എന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ഉള്ള സ്വാവകാശത്തിന് വേണ്ടി മാത്രം അവരാഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ വന്നതുകൊണ്ടാണ്. അത് കിട്ടാതെ വന്നാൽ എന്നിട്ടും പോരാഞ്ഞ് ഓരോരുത്തരായി അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മദീനയിലേക്ക് പലായനം ചെയ്തു പോകുമ്പോൾ, പക്ഷേ ഇതെല്ലാം പടച്ചവൻ്റെ പദ്ധതിയാണ്. അള്ളാഹുവിൻ്റെ പദ്ധതിയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അള്ളാഹു അതിനകത്ത് നോക്കുന്നത് ആദർശത്തിന് വേണ്ടി എന്തും സഹിക്കുന്ന ഒരു ജനതയുണ്ടോ അവരെ കരുവാക്കിയിട്ട് വേണം അള്ളാഹു അവൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. അവരുടെ കയ്യിൽ ആയുധമുണ്ടാവില്ല, ഉണ്ടാകരുത്. അവരുടെ കയ്യിൽ അധികാരമുണ്ടാവില്ല, ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ കുദറത്ത് ആയുധത്തോടു കൂടി പ്രകടിപ്പിക്കപ്പെടേണ്ടതല്ല. അള്ളാഹുവിൻ്റെ കുദറത്ത് അധികാരം കൊണ്ട് പ്രകടിപ്പിക്കപ്പെടേണ്ടതല്ല. ഇതൊന്നുമില്ലാത്ത ഭൗതിക സാഹചര്യങ്ങളിൽ ദുർബലരായ ഒരു സമൂഹത്തെ ആദർശത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ, അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ മനസ്സുണ്ടോ എന്ന് പരിശോധിക്കുന്ന പരീക്ഷണങ്ങളാണ് ചരിത്രത്തിൽ എക്കാലത്തും നടന്നത്. ഇന്നും നാം വിധേയമാക്കപ്പെടുന്നത് ആ പരീക്ഷണങ്ങൾക്കാണ്. നിസ്സാരമായ ഒരു പ്രതിസന്ധി രാജ്യത്ത് രൂപപ്പെട്ടാൽ, മുസ്ലിമീങ്ങളാണെന്ന് പറയാൻ പ്രയാസകരമായ സ്ഥിതി ഉണ്ടായാൽ, പാർലമെന്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിലെന്ന് പറയാൻ പോലും നാണം തോന്നുന്ന മുസ്ലിം ലീഡേഴ്സായി നാം മാറുമോ ഇല്ലേ? ഇതൊരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അള്ളാഹു പറയുന്നുണ്ട്, വൈദി യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജുക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. നബിയെ, ആ സന്ദർഭം അങ്ങ് ഓർക്കുക. യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ താങ്കൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ എന്തിന്? ലിയുസ്ബിതുക, താങ്കളെ വീട്ടുതടങ്കലിലാക്കാൻ, ഔ യഖ്തുലുക, അല്ലെങ്കിൽ അതും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളെ കൊന്നുകളഞ്ഞേക്കാൻ, ഔ യുഖ്രിജുക, അല്ലെങ്കിൽ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കി കളയാമെന്ന്. ഈ 3 ആലോചനകളും അവരിൽ ഉണ്ടായി. 3 ആലോചനകൾ ഇട്ടു. ഇന്ന് നമ്മുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ 3 പരീക്ഷണങ്ങളാണ്. ഒന്നെന്താ? ഒന്ന് തടങ്കൽ പാളയങ്ങൾ, വിശ്വാസികളായി പോയതുകൊണ്ട്. മറ്റൊന്ന് ഒരു തെറ്റും ചെയ്യാത്തവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തൽ, ട്രെയിനുകളിൽ നിന്ന് പോലും തള്ളിയിട്ട് ട്രെയിൻ യാത്രക്കാർക്കിടയിൽ മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ സുരക്ഷയ്ക്ക് കൊടുത്ത ആയുധം ഉപയോഗിച്ച് പേര് മുസ്ലിമിൻ്റെതാണെന്നറിയുമ്പം വെടിവെച്ച് കൊല്ലുന്ന യഖ്തുലൂക്ക് ഔ യുഖ്രിജൂക്ക്, അല്ലെങ്കിൽ നാട് വിട്ടുപൊക്കോ, പൗരത്വമില്ല. ഇത് ഈ ഹിജറയെ എന്തുകൊണ്ട് പഠിക്കണമെന്ന് ഉമറിൻ്റെ തീരുമാനത്തിൻ്റെ പ്രസക്തി ഉണ്ടോ? 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ സ്ഥാനമുണ്ടോ? ഉമറിൻ്റെ തീരുമാനത്തിന് അള്ളാഹുവിൻ്റെ അംഗീകാരത്തിൻ്റെ പിൻബലമില്ലെങ്കിൽ ഈ ഹിജറയെ അതേപടി 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഉമറിൻ്റെ ഹിജറയെ ഓർക്കുക സമൂഹമേ എന്ന മെസ്സേജിന് എത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഹിജറ ഈ സമൂഹം, ഈ പുതുവർഷ പുലരിയിൽ നമ്മുടെ ഏറ്റവും വലിയ ജീവദായകമായ പ്രേരണാശക്തി ആയിരിക്കട്ടെ. ഹിജറ എന്തും കൊടുക്കാം അള്ളാഹുവിനായി.
അവൻ എന്നെ സഹായിക്കും എന്ന ഉറപ്പിലേക്ക് ഈ സമൂഹം മാറിയേ തീരൂ. അത് സഹാബാക്കൾക്ക് കൊടുത്ത ശിക്ഷയല്ല, നബിമാർക്കും അവരുടെ അനുയായികൾക്കും അല്ല കൊടുത്ത ശിക്ഷയല്ല. അവരുടെ മനസ്സിൽ എത്ര കണ്ടുറപ്പുണ്ടെന്ന് അവരെ മൂലധനമാക്കിക്കൊണ്ട് അല്ലാഹു അവൻ്റെ ഖുദ്റത്ത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ഒരു സമൂഹമുണ്ടോ? എല്ലാം അല്ലാഹുവിനടിയറ വയ്ക്കുന്ന ത്യാഗമെന്നതേ നേട്ടം. കൊടുക്കുന്നതാണ് നേടുന്നതെന്ന്, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നതെന്തോ അതെല്ലാം അല്ലാഹു ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു തരുമെന്ന വിശ്വാസത്തോടുകൂടി തൻ്റെതെല്ലാം കൊടുക്കാൻ തയ്യാറുണ്ടോ? റസൂലുള്ള തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായി. വീട് വളഞ്ഞ നേരത്ത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായി. റസൂലിൻ്റെ വിരിപ്പിൽ ഉറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താനെന്നും പുതച്ചുറങ്ങുന്ന പച്ചപ്പുതപ്പിന് കീഴിൽ അലിയെ നീ ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആദർശത്തിൻ്റെ നായകന് വേണ്ടി അവർ കലിപൂണ്ടാൽ തങ്ങൾ കാത്തു നിൽക്കുന്ന പ്രവാചകനെ കണ്ടില്ലെങ്കിൽ ആ പുതപ്പിന് കീഴിറങ്ങുന്ന അലിയെ അവർ കൈകാര്യം ചെയ്യുമെന്നല്ലേ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ നിശ്ചയം അത് സംഭവിച്ചില്ലെന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ അങ്ങനെയെങ്കിൽ തൻ്റെ ആദർശ നായകന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായ അലിയെ കണ്ടില്ലേ? ഈ അലിയും മുഹമ്മദ് മുസ്തഫയുമാണ്, അവരുടെ ജീവന്റെ വിലയാണ്. ആ ഹിജ്റ ചെന്ന് അവസാനിച്ച മദീന അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് അധികാരഘടനയിൽ അത്ഭുതകരമായ അട്ടിമറികൾക്ക് ലോകമേറെയേറെ സാക്ഷിയായിട്ടും ഇന്നും പുണ്യമദീന മദീനത്തുൻ നബിയായി സമാധാനത്തിൻ്റെ പരിപൂരിത കേന്ദ്രമായി ലോകത്ത് അല്ലാഹു തആല നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഹിജ്റ നമുക്ക് നൽകുന്ന സന്ദേശം, അന്ന് അഭയാർത്ഥിയെപ്പോലെ നാട് വിട്ടുപോയവൻ അരജനായി കയറി ചെന്ന മദീന ഇന്നും മുഹമ്മദുർ റസൂലുള്ളയുടെ പുണ്യഭൂമിയായി ആസ്ഥാനമായി പരിലസിക്കുന്നുവെങ്കിൽ ഹിജ്റ ഒരു പാഠം നൽകുന്നുണ്ട്. ആ പാഠം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. ആ ഹിജ്റയായാൽ പോരാ, നാടുവിട്ടാലും പോരാ, അവിടെയും നമ്മുടെ ഉദ്ദേശം പരിശുദ്ധമാകണം. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിലെ ഏറ്റവും പ്രഖ്യാതമായ ഒരു ഹദീസുണ്ട്. എന്താണ് ആ ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഓരോ കർമ്മങ്ങളും ഉദ്ദേശശുദ്ധികൾക്കിടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുക. ഒരാൾ ഹിജ്റ തന്നെ ചെയ്തു നാട് വിട്ടുപോയി, അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സ്വീകരിക്കപ്പെടില്ല. പിന്നെയോ വൈന്നമാലിംരി ഇമ്മാനവ, ഓരോരുത്തരും ഹിജ്റ കൊണ്ട് പോലും എന്താണോ ഉള്ളിൽ കരുതിയത് അത് മാത്രമേ അവനുള്ളൂ. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, ആരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണോ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതി ലക്ഷ്യം വെച്ചാണോ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെ. നിയ്യത്താണ്. നാട് വലിച്ചെറിഞ്ഞു ഗുണമില്ല, ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം, ഗുണമില്ല. ഉദ്ദേശശുദ്ധിക്ക് നിയ്യത്തിനാണ് റബ്ബിൻ്റെ മുമ്പിലുള്ള വില എന്ന് പഠിപ്പിക്കുന്ന ഈ ഹദീസ് ഹിജ്റയെ ആധാരമാക്കി ഇറങ്ങിയ ഹദീസാണ്. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ഹദീസാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേർപകുതിയാണ് ഈ ഹദീസ് എന്ന് മുഹദ്ദീസുകൾ വിലയിരുത്തിയ ഹദീസ. ഹിജ്റത്തുഹു ഇലാ ദുനിയൻ യുസീബുഹാ, ആരുടെ ഹിജ്റ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനാണോ, ഈ നാട്ടിലില്ലാത്തത് മദീനയെ ചെന്നാൽ കിട്ടും, അനുകൂല കാലാവസ്ഥയുണ്ട് എന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ അവിടെ അനുകൂല പിന്തുണ തരുന്ന ഒരു ജനതയുണ്ടെന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളുള്ള മദീനയിലേക്ക് പൊയ്ക്കളയാമെന്ന് കരുതിയിട്ടാണോ ആരെങ്കിലും ഹിജ്റ ചെയ്തത്? അവിമ്രത്തിൻ യതസവ്വജുഹാ, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്, അവളെ കെട്ടാമല്ലോ എന്ന് കരുതിയിട്ടാണ് ആരെങ്കിലും ഹിജ്റ ചെയ്തതെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം എല്ലാം വലിച്ചെറിഞ്ഞുള്ള ഹിജ്റ. അവൻ എങ്ങോട്ട് ചെയ്തത് ഏതൊന്ന് ലക്ഷ്യം വെച്ചോ അതിലേക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി അവനില്ല, മുഹമ്മദുർ റസൂലുള്ളയുടെ സന്തോഷം അവനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നിയ്യത്ത് നന്നാകണം. ഹിജ്റ ഒരുപാട് മെസ്സേജ് തരുന്നുണ്ട്. നല്ല ഉദ്ദേശത്തോടെ പടച്ചവന് വേണ്ടി ത്യജിക്കാൻ മനസ്സുള്ളത് ഉണ്ടെങ്കിൽ ത്യജിച്ചതെല്ലാം തിരിച്ചു കിട്ടും. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടമല്ല, ത്യാഗമത് നേട്ടമാ എന്നൊരു വലിയ സന്ദേശം തരുന്ന ഹിജ്റ കൂടി അല്ലാതെ ഈ മുഹറം മാസത്തിൻ്റെ പുതുവർഷത്തിൻ്റെ തുടക്കത്തെ നാം കടന്നുപോയാൽ യഥാർത്ഥത്തിൽ ഓർക്കാതെ നാം മറന്നവരായി നമ്മളൊന്നും പഠിക്കാത്ത മുന്നോട്ട് പോകുന്നവരാകും. അതുകൊണ്ട് പടച്ചതമ്പുരാൻ തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം ആ ചരിത്രത്തിൽ നിന്നാണ് നമുക്ക് പാഠമുള്ളത്. മൂസ നബിയുടെ ചരിത്രത്തിലാണ് നമുക്ക് പാഠമുള്ളത്.
ഹിജറയുടെ ചരിത്രത്തിലാണ് പാഠമുള്ളത്. പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുടെ അകമ്പടിയുള്ള ഒരു സംഭവമാണ് ഹിജറ. അതൊക്കെ പറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ നേരമില്ല. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. പഠിക്കണം ഈ സമുദായം ഹിജറ എന്തെന്ന്. അത്ഭുതം തോന്നും, ആനന്ദകരമായ, നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരു ചരിത്രമാണ് ഹിജറ. അള്ളാഹു അത് പഠിച്ച് മനസ്സിലാക്കുന്ന, അതിനനുസരിച്ച് നമ്മുടെ ആദർശ ജീവിതം കരുപിടിപ്പിക്കുന്ന ഒരു സമൂഹമാകാൻ, അതിലൂടെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന ദുആയോടെ